നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്താലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു, ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ എന്ന് പറയും. കുറച്ച് മോശം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അയ്യോ ഇത് ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് വേറെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു കഥയാണ് പറയാനായിട്ട് പോകുന്നത്. ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനും കൂടെയായിരുന്നു. ധാരാളം കൃഷിഭൂമിയൊക്കെ ഉണ്ട്. വളരെ ഭംഗിയായിട്ട് മികച്ച വിളവോട് കൂടിയിട്ടാണ് അദ്ദേഹം കൃഷിയൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ നല്ല ഭംഗിയായിട്ട് പയറ് ഇങ്ങനെ നന്നായി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ചന്തമുണ്ട്. ഒരു ദിവസം ഒരു പശു അബദ്ധവശാൽ അങ്ങോട്ട് കയറി കൂടിയതാണ്. ഈ പയറൊക്കെ കണ്ടപ്പോഴേ അത് നന്നായി വയറ് നിറച്ച് കഴിച്ചു. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചവിട്ടി മെതിച്ച് ഉപയോഗശൂന്യമാക്കി, അത് കേട് വരുത്തിയിട്ടു. അത് ഈ കൃഷിക്കാരൻ കണ്ടു, ഈ ബ്രാഹ്മണൻ കണ്ടു. വേഗം ഒരു മുട്ടൻ വടി എടുത്തിട്ട് ആ ദേഷ്യം കൊണ്ടേ പശുവിന്റെ ആ മുതുകത്ത് മർമ്മഭാഗത്ത് നോക്കി തന്നെ നല്ലൊരു അടി വെച്ചു കൊടുത്തു. അത് ആ മർമ്മഭാഗം ആയതുകൊണ്ട് തന്നെ പശു ഉടനടി ചത്തുപോയി. അങ്ങനെ എല്ലാവരും വന്നു. ഇദ്ദേഹത്തിന് എല്ലാവരും വഴക്ക് പറയാനായിട്ട് തുടങ്ങി, ശപിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. പശുവിനെ കൊന്നല്ലോ, ഇത് ഗോഹത്യാണ്, പാപമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാനല്ല പശുവിനെ കൊന്നത് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങല്ലേ കൊന്നത്, അങ്ങയുടെ കൈ കൊണ്ടല്ലേ ഇതിനെ കൊന്നത്, വടി കൊണ്ട് അടിച്ചിട്ടല്ലേ കൊന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. അത് ശരിയാണ്, പക്ഷെ ഈ കൈകളുടെ അധിപൻ ഇന്ദ്രനാണ്, അതുകൊണ്ട് ഇന്ദ്രനാണ് ഈ പശുവിനെ കൊന്നത്, ഞാനല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഇവർക്കൊന്നും പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇന്ദ്രൻ ഇരുന്നിട്ട് മുകളിലിരുന്നിട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ യാതൊരു തെറ്റും ചെയ്യാത്ത തന്നെയാണല്ലോ ഈ പഴിക്കുന്നത് എന്ന് ഇന്ദ്രന് തോന്നി. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ ഒന്ന് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കണല്ലോ. അതിനുവേണ്ടി ഇന്ദ്രൻ വേറൊരു സാധാരണ ലളിതമായിട്ടുള്ള ഒരു മനുഷ്യന്റെ രൂപം ധരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെത്തി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തൊരു ഭംഗിയാ കൃഷി ചെയ്ത് കാണാനായിട്ട്, എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, എത്ര കഠിനാധ്വാനി ആയിരിക്കും ഇദ്ദേഹം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം ഈ ബ്രാഹ്മണൻ കേട്ടു. തന്നെ പറ്റി ആരാണ് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എന്നറിയാനായിട്ട് ഇദ്ദേഹം വന്നു കേട്ടോ. അങ്ങ് ആരാണ്, എവിടുന്നാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരികയാണ്. പക്ഷെ ആ വരുന്ന വഴിയിലെല്ലാം ഞാൻ ധാരാളം വയലുകളും കൃഷിയിടങ്ങളും ഒക്കെ കണ്ടു. പക്ഷെ ഇത്രയും മനോഹരമായിട്ടുള്ള, ഇത്രയും വിളവ് തരുന്ന വേറെ ഒരു സ്ഥലവും ഞാൻ കണ്ടില്ല. ഇത് ആരാണ് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അങ്ങേ കണ്ടിട്ട് ഇത് ചെയ്തതായിട്ട് തോന്നുന്നില്ല, വേറെ ആരോ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, അല്ലല്ല, ഇത് ഞാൻ തന്നെയാണ് ചെയ്തത്, എത്ര കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണല്ലോ അറിയോ, എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ ഒന്ന് നോക്കി, കുറച്ചു നേരത്തെ അല്ലേ അങ്ങ് പറഞ്ഞത് അങ്ങല്ല പശുവിനെ കൊന്നത് എന്ന്, ഇത് കൈകളുടെ അധിപൻ ഇന്ദ്രനാണെന്നല്ലേ പറഞ്ഞേ, അപ്പൊ ഇന്ദ്രനല്ലേ പശുവിനെ കൊന്നത്, അങ്ങനെയാണെങ്കിൽ ഈ ചെയ്തതും ഇന്ദ്രൻ തന്നെയല്ലേ, അങ്ങല്ലല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഈ വന്നിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ആരാണ്, ദയവ് ചെയ്ത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രന്റെ അതേ രൂപത്തിൽ പറഞ്ഞു, ഒരിക്കലും അങ്ങ് ചെയ്തതുപോലെ, അങ്ങ് പറഞ്ഞതുപോലെ ഒരാളുടെ അടുത്തും പറയാനായിട്ട് പാടില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നല്ലത് മാത്രം അങ്ങെടുത്തിട്ട് മോശം കാര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ പാടില്ലല്ലോ എന്ന് ഇദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു.